പിന്നെ വേറെ സംഭവം എന്ന് പറയാനുള്ളത് പറഞ്ഞാൽ ഒരു ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു അനാലജി പോലെ പറയണതാണ്. അതായത് ഈഡൻ ഹസാർഡ് സക്സീഡഡ് ഇൻ പ്രീമിയർ ലീഗ്. ഈഡൻ ഹസാർഡ് എന്ത് ചെയ്ത് പ്രീമിയർ ലീഗിൽ നമുക്ക് ആ സംഭവം അറിയണം. ഈഡൻ ഹസാർഡ് പ്രീമിയർ ലീഗിൽ അടിപൊളിയായിട്ട് കളിച്ചു. വലിയൊരു നമ്മൾ വൺ സീസൺ വണ്ടർ എന്നൊന്നും പറയണില്ല. ഈഡൻ ഹസാർഡ് അടിപൊളിയായിട്ട് തന്നെ പ്രീമിയർ ലീഗ് എന്ത് അടിപൊളി പ്ലെയർ ആയിട്ട് തന്നെ പ്രീമിയർ ലീഗിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ലീഗിൽ വന്നപ്പോൾ എന്താണ് ഒരു ഫ്ലോപ്പ് പ്ലെയർ ആയി. ഒരു എന്താണ് പറയുക ഒരു ഫെയിൽഡ് ആയിട്ടുള്ള പ്ലെയർ ആയി. നേരെ മറിച്ച് മെസ്സി ലീഗയിൽ എന്ത് ചെയ്തു? മെസ്സി ലീഗയിൽ അടിപൊളിയായിട്ട് കളിക്കുകയും ലീഗയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്ത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആർഗ്യുബിളി ലീഗയുടെ കിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് മെസ്സി ലീഗ് വണ്ണിലേക്ക് വന്നപ്പോൾ എന്താണ് ഊമ്പി എന്ന് പറഞ്ഞാൽ എന്താ നിലത്ത് കിടന്നിട്ട് ഊമ്പി നമ്മൾ പറയില്ല, അവിടെ നിലത്ത് കിടന്ന് ഊമ്പിപ്പോയി. അമ്മാതിരി അവസ്ഥ. അതായത് മെസ്സിക്കൊന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി. അവിടെ നമ്മൾ പറഞ്ഞു അവിടെ വലിയൊരു ട്രീ ഉണ്ടാക്കി. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എന്താണ് MNMO അങ്ങനെ എന്തോ ട്രീ ഒക്കെ ഉണ്ടാകുന്നല്ലോ. മെസ്സി ഞാൻ ഗോൾ അടിച്ചു കൂട്ടാൻ പോണ്. അപ്പൊ ഗോളില്ല, അസിസ്റ്റ് കുറെ കൊടുക്കാൻ പോണ്. ഒന്നും കണ്ടില്ല അവിടെ പോയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ MLS-ലേക്ക് വന്ന് അവിടെ ഒന്നുമില്ല. അവിടെയും കാര്യമായിട്ട് ഒരു മെസ്സിക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നേരെ മറിച്ച് റൊണാൾഡോ എന്താണ് എല്ലാ പ്രാവശ്യം എപ്പോഴും പറയുന്നതാണ്. റൊണാൾഡോ എന്ന് പറഞ്ഞാൽ എവറി ലീഗ് ഓൻ പോയത് ഏതൊക്കെ ലീഗാണെങ്കിലും, അതിപ്പോ എന്താണ് സ്പെയിനിലത്തെ പോലെ ലീഗ് എടുത്ത് നോക്കുകയാണെങ്കിലും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്താണ് പറയുക ഇപ്പോൾ ഇറ്റലിയിലത്തെ സിറിയ എടുത്ത് നോക്കുകയാണെങ്കിലും, അതേപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലണ്ടിലത്തെ പ്രീമിയർ ലീഗ് എടുത്ത് നോക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ സൗദിയിലത്തെ ഈ എന്താണ് പറയുക സൗദി ലീഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് കാട്ടുമുക്കിയത്തെ ലീഗിൽ റൊണാൾഡോനെ കൊണ്ടുപോയിട്ടാലും, എത്ര വലിയ ലീഗിൽ റൊണാൾഡോനെ കൊണ്ടുപോയിട്ടാലും എന്താണ് റൊണാൾഡോ പെർഫോം ചെയ്യും. നേരെ മറിച്ച് മെസ്സിക്ക് പറ്റണമെന്ന് പറഞ്ഞാൽ ലീഗയിൽ, അതായത് മെസ്സി അവിടെ നിന്ന് ഇറങ്ങാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. മെസ്സി ലീഗയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇറങ്ങിയത്? മെസ്സിക്ക് കിട്ടുന്നില്ല സപ്പോർട്ട്. മെസ്സിക്ക് ഗോൾ അടിക്കാൻ പറ്റണില്ല. മെസ്സി ആദ്യം റൊണാൾഡീനോന്റെ ഒപ്പം കളിച്ച്, അത്ര ലെജൻസിന്റെ ഒപ്പം കളിച്ച് അത്രയും ഗോൾ സ്കോർ ചെയ്യാണ്. ഡേവിഡ് വിയ്യയുടെ ഒപ്പം കളിച്ച് ഡേവിഡ് വിയ്യ മെസ്സിയുടെ നിഴലിൽ അവിടെ ആരും വരാണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് സുവാറസും നെയ്മറൊക്കെ കൂടിയിട്ട് നെയ്മറിനെ മെസ്സിയുടെ നിഴലിലായിട്ട് നെയ്മർ ഇറങ്ങിപ്പോയി. അങ്ങനെ പോയി അവസാനം മെസ്സിയുടെ നിഴലിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത പ്ലേസ് ഒക്കെ ഓരോന്ന് കൊഴിഞ്ഞു പോയി. പിന്നെ വയസ്സായ പ്ലേയേഴ്സൊക്കെ മെസ്സിക്ക് ഇത്ര നേരം ഉരുട്ടി കൊടുക്കുന്ന ഇനിയസ്റ്റും ഷാവിയൊക്കെ വയസ്സായിട്ട് ടീമിൽ നിന്ന് പോയി. പിന്നെ മെസ്സിക്ക് ഉരുട്ടി കൊടുക്കാനും ആരുമില്ല. എന്താണ് അസിസ്റ്റ് എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യാൻ പോലും ഒരു പ്ലെയർ ഇട്ട് കൊടുത്താൽ പോലും ആരും അടിക്കണ പോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ആയപ്പോൾ മെസ്സി എന്ത് ചെയ്ത്? മെസ്സി നൈസായിട്ട് ഒന്നറിയതുപോലെ എന്താണ് കരയണ പോലെ അഭിനയിച്ചിട്ട് മെസ്സി നൈസായിട്ട് ലീഗ് വണ്ണിൽ പോയി. കാരണം ലീഗ് വണ്ണിൽ എന്താണ്, ലീഗ് വണ്ണിൽ PSG ഉണ്ട്. PSG എംബാപ്പെ ഭയങ്കര വലിയ പേസി അറ്റാക്കറാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് നെയ്മർ ഉണ്ട്. നെയ്മർ പണ്ട് നിഴലിലായിരുന്നു. ഒന്നുകൂടി നിഴലിലാക്കിയിട്ട് ഓൻ എന്ത് ചെയ്യണം, ഓനെന്താക്കണം എന്നൊക്കെ ഓൻ്റെ അവിടെ പോയതാണ്. അവിടെ പോയപ്പോൾ എന്താണ് പിന്നെയും ഫ്ലോപ്പ്. അതെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഡിഫറെന്റ് എന്താണ് ലീഗുകളോട് അഡാപ്റ്റ് ചെയ്യാനാണ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. അത് എന്താണ് എനിക്ക് അങ്ങനെ ഭയങ്കര അൺറൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾക്കാരെ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും അതേപോലെ എന്താണ് സ്പെയിനിലും അതേപോലെ ഇറ്റലിയിലും 100+ ഗോൾസ് സ്കോർ ചെയ്ത് നല്ല അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത്, അതേപോലെ ഡിഫറെന്റ് ലീഗ് ഡിഫറെന്റ് ടീംസിന് ഇപ്പം ബാലൻഡോർ, ഗോൾഡൻ ബൂട്ട്, ചാമ്പ്യൻസ് ലീഗ്, ഇതൊക്കെ എന്താണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോട്ട് എവരിവൺ സപ്പോർട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഡിഫറെന്റ് ടീംസിന്റെ ഒപ്പം ഇങ്ങനെ ഇത്ര വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു വളരെ വലിയ കാര്യമാണ്. നമ്മളെന്താ പറയുക, കോൺകറർ എന്ന് പറയുന്നത്. എന്താണ് ഒരു രാജാവ് തന്റെ രാജ്യം മാത്രമല്ല അയൽ രാജ്യങ്ങളടക്കം ഈ വൻകര മൊത്തം കീഴടക്കുക എന്ന് പറയുമ്പോൾ അതേപോലെ ലോകം മൊത്തം കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം. തന്റെ കാല് വെച്ച എല്ലാ മണ്ണും അയാൾ സ്വന്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ മണ്ണും അയാളുടെ കാലിന്റെ അടിയിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു എബിലിറ്റിയുടെ കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. പലരും അത് അറിഞ്ഞത് കണക്കാക്കണില്ല. ഇതൊക്കെ ഭയങ്കര അൺറൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതും കൂടി എന്താണ് മെസ്സി ഫാൻസിന് കൺസിഡർ ചെയ്യണം. റൊണാൾഡോ മെസ്സി ഡിബേറ്റ് ഒക്കെ വരുന്ന സമയത്ത്.